വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിയോഗം തന്നിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. മതി. വളരെ പരിചിതമായ ഒരു തിരുവചനമാണ് നമ്മൾ അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് വായിച്ചത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് ഈ ഭാഗത്ത് ധ്യാനിക്കാനായിട്ട് കഴിയുന്നത്. പ്രാർത്ഥനയുടെ മുൻപിൽ ഉണ്ടാകുന്ന 3 അനുഭവങ്ങൾ ഈ വാക്യത്തിലുണ്ട്. 1, പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗം തുറന്നു. 2, പ്രാർത്ഥനയുടെ മുൻപിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. 3, പ്രാർത്ഥനയുടെ നടുവിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ദൈവശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക്, ഈ സന്ദേശത്തിന് ഒരു തലക്കെട്ടിടുകയാണ്: സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. എന്താണ് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന? പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ഒരു ദൈവപൈതൽ തിരിച്ചറിഞ്ഞാൽ അവൻ ഒരു കുറുക്കുവഴിയും തപ്പത്തില്ല, പ്രാർത്ഥിക്കാൻ ആരംഭിക്കത്തേ ഉള്ളൂ. നമ്മൾ ബൈബിളിലോട്ട് നമുക്ക് വരാം. യേശുക്രിസ്തുവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ വരുന്ന ഭാഗമാണ് നമുക്ക് ഇവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. യോർദാനാറ്റിൽ ഇറങ്ങി നിന്നുകൊണ്ട് തൻ്റെ അടുക്കലേക്ക് വരുന്ന ജനത്തെ യോഹന്നാൻ സ്നാനപ്പെടുത്തുകയാണ്. ഇവിടെ യോഹന്നാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സ്തോത്രം. യോഹന്നാൻ ചോദിക്കുന്ന ചോദ്യം മുകളിലത്തെ വാക്യത്തിലുണ്ട്. സ്തോത്രം. സ്നാനമേൽക്കാൻ വന്ന ജനത്തോട് പറയുകയാണ്: സർപ്പസന്തതികളെ, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി. യോഹന്നാൻ ഇങ്ങനെ പ്രസംഗിച്ചു വരികയാണ്. യോർദാൻ നദിക്കിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ച് താഴോട്ട് വരുമ്പം എഴുതി, വൃക്ഷ ചുവട്ടിൽ ഇപ്പോൾ തന്നെ കോടാലി വെച്ചിരിക്കുന്നു. എന്നിട്ട് താഴോട്ട് പ്രസംഗിച്ചു വരിക. സ്തോത്രം. 16-ാമത്തെ വാക്യത്തിൽ വരുമ്പം, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ ഇപ്പോൾ വെള്ളം കൊണ്ടാണ് സ്നാനപ്പെടുത്തുന്നത്, പക്ഷെ എന്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്. അവന്റെ പേരാണ് ക്രിസ്തു. അവൻ നിന്നെ എന്ത് ചെയ്യുമെന്നാ വായിക്കുന്നത്? നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് തീ കൊണ്ട് സ്നാനം. അവൻ വരുമ്പോൾ ഒരു സ്നാനമുണ്ട്. അത് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ഉണ്ടാകുന്നൊരു സ്നാനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ജനമെല്ലാം സ്നാനമേൽക്കുവാൻ ക്യൂവായി വരുമ്പോ യോഹന്നാൻ നോക്കുമ്പോൾ കൂട്ടത്തിൽ ആരെ കാത്തിരുന്നോ ആ കാത്തിരുന്ന ക്രിസ്തുവും സ്നാനത്തിനായിട്ട് ജനങ്ങളുടെ കൂടെ നെരിയിൽ വരികയാണ്. നിങ്ങൾക്കറിയാമോ, 70 മൈൽ യാത്ര ചെയ്താണ് യേശു സ്നാനമേൽക്കുവാനായിട്ട് വന്നത്. ശ്രദ്ധിക്കണം. യോഹന്നാൻ പറഞ്ഞു, അങ്ങയാൽ സ്നാനമേൽക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. എന്നാൽ യേശു പറയാ, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടും. അങ്ങനെ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. ഹല്ലേലൂയ. എന്താണ് പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു എന്ന് അവിടെ എഴുതുവാൻ കാരണം? നമ്മുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ പ്രാർത്ഥനയിൽ വിടുതൽ പ്രാപിച്ച വലിയൊരു കൂട്ടത്തിന്റെ സാക്ഷ്യമാണ്
ബൈബിൾ.